ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 45 അധ്യായം 7 തിരുവചനമാണ്. 45 സങ്കീർത്തനം 7 തിരുവചനം. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ദൈവാനുഗ്രഹമുള്ള ദൈവപരിപാലനയിലായിരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം തൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവകൃപ നിറഞ്ഞിരിക്കുന്നവരെ ദൈവം തൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആ വ്യക്തികൾ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും ഉയർന്നാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സഹനങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ തൈലാഭിഷേകം ചെയ്യണമെങ്കിൽ നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യണം. നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് നന്മയായതിനെ സ്വീകരിക്കുകയും തിന്മയായതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നവരിൽ മാത്രമേ ദൈവം ആ വ്യക്തികളെ മറ്റുള്ളവരിൽ നിന്നും ഉയർത്തി നിർത്തി തൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയുള്ളൂ. ദൈവകൃപ നിങ്ങളിൽ ഓരോരുത്തരിലും നിറയുവാൻ, ദൈവാനുഗ്രഹം നിറയുവാൻ ഈ തിരുവചനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.